നമ്മുടെ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, മോദി സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം നക്സൽ വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചത്. ഭീകരവിരുദ്ധ നിലപാടിനോടൊപ്പം തന്നെ നക്സൽ മുക്തമാക്കുക ഭാരതത്തെ എന്നുള്ള കർശന നിലപാടിലേക്ക് എത്തി. ആ നക്സൽ വിരുദ്ധ പോരാട്ടം സമ്പൂർണ്ണ വിജയത്തിലെത്തിച്ച സുരക്ഷാ സേനയുടെ ത്യാഗത്തിന് മുന്നിൽ രാജ്യം തലകുനിക്കുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നക്സൽ ആക്രമണങ്ങളുടെ കേന്ദ്രമായിരുന്ന ബസ്തറിലടക്കം ഇനി സമാധാനത്തിന്റെയും വികസനത്തിന്റെയും കാലമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. शायद ही देश का कोई बल बाकी होगा जिसके जवानों ने नक्सलवाद का सामना करते करते अपने प्राण न गंवाए। 1971 से लेकर 31 मार्च 2026 तक ये लंबा कालखंड समग्र देश की जनता ने एक दुस्वप्न की तरह झेला है। नक्सल प्रभावित क्षेत्र के लिए तो भीषण रक्तपात, विकास का अंधेरा। വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് കുറ്റിച്ചൽ ചേരുന്നുണ്ട്. ദിലീപ്, നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ വലിയ ഒരു പദ്ധതി തന്നെയായിരുന്നു നക്സൽ മുക്ത ഭാരതം സൃഷ്ടിക്കുക എന്നുള്ളത്. നമുക്കറിയാം, പല മേഖലകളിലും വടക്ക് കിഴക്കൻ മേഖലകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള നക്സൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരപരാധികളുടെ ജീവനുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. എന്തായാലും ആ നക്സൽ വിരുദ്ധ പോരാട്ടത്തിൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച നമ്മുടെ സൈനികരെ, സേനാ മേധാവികളെ ഒക്കെ അനുമോദിക്കുകയും ചെയ്തിരിക്കുകയാണ് അമിത്ഷാ. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ളത്? രോഹിണി, ഏറ്റവും ആശ്വാസകരവും അതോടൊപ്പം തന്നെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രഖ്യാപനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഭാരതം ഇനി നക്സൽ വിമുക്ത രാജ്യമെന്നാണ് അദ്ദേഹം ആദ്യം തന്നെ ഈ പ്രസംഗത്തിന് മുൻപാക്കി അദ്ദേഹം ആദ്യം പറഞ്ഞത്. അത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. നമുക്കറിയാം, 1970 കാലഘട്ടത്തിലാണ് ഇലത് തീവ്രവാദം അല്ലെങ്കിൽ നക്സൽ തീവ്രവാദം ഈ ഛത്തീസ്ഗഡിലെ ബസന്ത് നഗറിൽ രൂക്ഷമായത്. ഇതിൻ്റെ ഏറ്റവും കൊടും അവസ്ഥയിലെത്തിയത് ഏകദേശം 2000-2006 ആ ഒരു കാലഘട്ടത്തിലാണ്. അതിനെതിരെ ശക്തമായ രീതിയിലുള്ള നടപടി സ്വീകരിച്ചിരുന്നു. പക്ഷേ 2014 BJP സർക്കാർ അല്ലെങ്കിൽ NDA സർക്കാർ ആദ്യമായിട്ട് അധികാരത്തിലെത്തിയ മുതൽക്ക് തന്നെ നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നു. അതിൻ്റെ അന്തിമ തീരുമാനം എന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ അവസാന ഘട്ടം എന്ന രീതിയിലാണ് ഇന്ന് ആ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഇനി ഒരിക്കലും രാജ്യത്ത് നക്സൽ ഉണ്ടാകില്ല അല്ലെങ്കിൽ നക്സൽ ആക്രമണം ഉണ്ടാകില്ല എന്നടക്കമുള്ള കാര്യമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയത്. അദ്ദേഹം ഇന്ന് നടത്തിയ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ചരിത്ര ദിനമെന്നാണ് ഇന്ന് വിശേഷിപ്പിച്ചത്. അതായത് ഇന്നത്തെ ദിവസം ചരിത്ര ദിനമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതോടൊപ്പം തന്നെ നമുക്ക് നെഞ്ചു വിരിച്ച് പറയാൻ സാധിക്കും, അതോടൊപ്പം തന്നെ ആത്മവിശ്വാസത്തോടെ നമുക്ക് പറയാൻ സാധിക്കും, ഇനി മുതൽ രാജ്യത്ത് നക്സൽ പ്രവർത്തനം ഇല്ല എന്നടക്കമുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ദശാബ്ദങ്ങളായി നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ പോരാടി, അതിനുള്ള അന്തിമ ദിനം എത്തിയിരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഇനി സമാധാനത്തിൻ്റെ വികസനത്തിൻ്റെ കാലമെന്നും അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സുരക്ഷാ സംവിധാനത്തിൽ രക്തസാക്ഷ്യം വഹിച്ച ഒട്ടനവധി ധീര ജവാന്മാരുണ്ട്. അവർക്ക് മുന്നിൽ തലകുനിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പ്രത്യേകിച്ച് രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച സൈനികരെയും അതോടൊപ്പം തന്നെ എല്ലാ രീതിയിലും വീരമൃത്യു വരിച്ച സൈനികരും അതോടൊപ്പം തന്നെ എല്ലാ രീതിയിലും മനുഷ്യരുടെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രസംഗം തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ആ ഒരു പ്രസംഗത്തിലെ ഉള്ളടക്കം എന്ന് പറയുന്നത്. എന്തായാലും ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത് ഏകദേശം 30 വർഷത്തോളം നീണ്ടുനിന്ന വലിയൊരു നക്സൽ തീവ്രവാദത്തിന് അല്ലെങ്കിൽ നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നക്സൽ വിരുദ്ധത്തിന് അവസാനം കുറിച്ചിരിക്കുക എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. രോഹിണി, അശ്വതി. അതെ ദിലീപ്, അതോടൊപ്പം ഒരു കാര്യം കൂടി പ്രത്യേകമായി കൂട്ടിച്ചേർക്കണം. കാരണം ഇത് ഘട്ടം ഘട്ടമായി നടപ്പിൽ വരുത്തുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ അജണ്ട തന്നെയായിരുന്നു. അതനുസരിച്ചാണ് നീക്കങ്ങൾ നടത്തിയത്. അത് സുരക്ഷാ സേനയുടെ ഒത്തൊരുമയോടുകൂടി തന്നെ സൈന്യം അത് നടപ്പിൽ വരുത്തി. അതോടൊപ്പം തന്നെ മറ്റ് ചില സുപ്രധാന കാര്യങ്ങൾ കൂടി കേന്ദ്ര സർക്കാർ സമാന്തരമായി തന്നെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കീഴടങ്ങാൻ സാധിക്കുന്നവർക്ക് പരമാവധി സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ആയുധങ്ങൾ വെച്ച് കീഴടങ്ങിയ ആയിരക്കണക്കിന് നക്സൽ പോരാളികളുണ്ട്. അവർക്കൊക്കെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനും കേന്ദ്ര സർക്കാർ തയ്യാറായി എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ ആക്രമണ സ്വഭാവമാണെങ്കിൽ അതിനെ സൈന്യത്തെ കൊണ്ട് നേരിടുക, അതല്ല അവർ ആയുധം വെച്ച് കീഴടങ്ങി ഭാരതത്തിന്റെ ഭാഗമാകാനുള്ള നല്ല പൗരന്മാരായി ജീവിക്കാനുള്ളതാണെങ്കിൽ അതിനുവേണ്ടിയുള്ള പുനരധിവാസം ഉൾപ്പെടെയുള്ളവ ഉറപ്പാക്കുക. അങ്ങനെ കൃത്യമായൊരു പ്ലാനിങ്ങും ഘട്ടം ഘട്ടമായി അത് നടപ്പിലാക്കുകയും ചെയ്തതോടുകൂടി രാജ്യം നക്സൽ വിരുദ്ധ അല്ലെങ്കിൽ നക്സൽ മുക്ത ഭാരതം എന്നുള്ള ഒരു നിലയിലേക്ക് എത്തിയത് തീർച്ചയായും കേന്ദ്ര സർക്കാരിന്റെ ആ ഇച്ഛാശക്തിയുടെ ഭാഗമാണ് എന്ന് തന്നെയല്ലേ പറയേണ്ടിയിരിക്കുന്നത്?
രോഹിണി തീർച്ചയായും അങ്ങനെ തന്നെ കരുതുന്നുണ്ട്. പ്രത്യേകിച്ച് അതായത് ഈ തീവ്രവാദം നക്സൽ തീവ്രവാദത്തിൽ നടക്കുന്നവരെ മാത്രം കൊലപ്പെടുത്തുക എന്നതടക്കമുള്ള കാര്യമല്ല സർക്കാർ മുന്നോട്ട് വെച്ചത്. ഘട്ടം ഘട്ടമായിട്ട്, അതായത് രോഹിണി സൂചിപ്പിച്ച പോലെ ഘട്ടം ഘട്ടമായിട്ട് ഇത് എങ്ങനെ തടയാൻ എന്നതടക്കമുള്ള കാര്യമാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. പ്രത്യേകിച്ച് ഈ അക്രമ സ്വഭാവമുള്ള അല്ലെങ്കിൽ തീവ്രവാദത്തിന് അതിന് നേതൃത്വം നൽകുന്നവരെ ആദ്യം അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിൽ അനുനയിക്കുമ്പോൾ തന്നെ അവരുടെ സമവാക്യത്തിൽ എത്തുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കും അതോടൊപ്പം തന്നെ അവർ എവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള ബോംബുകളും അതോടൊപ്പം തന്നെ IED ഉപകരണങ്ങൾ അടക്കമുള്ളവ സ്ഥാപിച്ചിട്ടുള്ളത് അവരെ കണ്ടെത്തുകയും അത് നിർവീര്യമാക്കുക എന്നടക്കമുള്ള കാര്യം തന്നെയാണ് ആദ്യം സർക്കാർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇതിൽ തയ്യാറാകാതിരുന്ന തീവ്രവാദികൾ അല്ലെങ്കിൽ നക്സൽ പ്രവർത്തനങ്ങളുമായി ഏർപ്പെടുന്ന മനുഷ്യരെ കണ്ടെത്തുകയും അതുപോലെ അറസ്റ്റ് ചെയ്യുകയും തുറങ്കിൽ അടക്കി എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ നിലവിൽ എന്തായാലും നക്സൽ വിരുദ്ധ പ്രവർത്തനത്തിന് അന്ത്യം കുറിച്ചിരിക്കണം, അല്ലെങ്കിൽ നക്സൽ പ്രവർത്തനത്തിലേക്ക് സർക്കാർ അന്ത്യം കുറിച്ചിരിക്കണം. ഏകദേശം 2014 തുടങ്ങിയ ഒരു നക്സൽ വിരുദ്ധ പ്രവർത്തനം ഏകദേശം 12 വർഷം പൂർത്തിയാകുമ്പോൾ അതിന് പൂർണ്ണ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് രോഹിണി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. പ്രത്യേകിച്ച് എല്ലാവരെയും, അതായത് നക്സൽ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട എല്ലാവരെയും കൊലപ്പെടുത്തുക എന്നടക്കമുള്ള അല്ലെങ്കിൽ അവരെ നിർമൂലനം ചെയ്യുക എന്നടക്കമുള്ള കാര്യങ്ങളിലേക്കല്ല സർക്കാർ മുൻഗണന കൊടുത്തത്. അവരെ പറഞ്ഞ് തെറ്റ് മനസ്സിലാക്കി തിരുത്തിക്കൊണ്ടുവരാനുള്ള അവസരം കൊടുത്തു. അങ്ങനെ വരുന്ന മനുഷ്യരെ അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും സർക്കാരിന് സാധിച്ചു. എന്താണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം? എന്തായാലും 12 വർഷം നീണ്ടുന്ന ഒരു ഭീകര പ്രവർത്തനത്തിന് അന്ത്യം കുറിച്ചിരിക്കുകയാണ് ഇന്നത്തോടെ. അതാണ് ഏറ്റവും സന്തോഷവും ഏറ്റവും ആശ്വാസകരമായ കാര്യം. രോഹിണി, ദിലീപ് കുറ്റിശ്ശലാണ് വിവരങ്ങൾ നൽകിയത്.